നമ്മളിന്ന് ഫസ്റ്റ് സെമസ്റ്റർ MSc Mathematics റിയൽ അനാലിസിസ് എന്നുള്ള പേപ്പറിലെ ഒരു തിയറാണ് പഠിക്കാൻ പോകുന്നത്. തിയറം 7.11. That is, suppose Fn converges to F uniformly on a set E. Fn എന്നത് Fലേക്ക് യൂണിഫോംലി കൺവേർജൻ്റ് ആണ് E എന്ന മെട്രിക് സ്പേസിനകത്ത്. And let X be the limit point of E. X എന്നത് E എന്ന സെറ്റിൻ്റെ ലിമിറ്റ് പോയിന്റ് ആണ്. ഈ ഒരു മെട്രിക് സ്പേസ് ആണ്, ആ മെട്രിക് സ്പേസിന്റെ ലിമിറ്റ് പോയിന്റ് ആണ് എക്സ്. ആൻഡ് സപ്പോസ് ദാറ്റ് ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് എൻ ഓഫ് ടി ഇസ് ഈക്വൽ ടു എ എൻ. അത് ലിമിറ്റ് ടെൻസ് ടു ഇൻഫിനിറ്റി, ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് എൻ ഓഫ് ടി കൺവേർജസ് ടു എ എൻ ആണ്. ഫോർ എൻ ഇസ് ഈക്വൽ ടു 1, 2, 3 എക്സെട്ര. അതായത് ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് വൺ ഓഫ് ടി എ വണ്ണിലേക്ക് കൺവേർജ് ചെയ്യും, എഫ് ടു ഓഫ് ടി എ ടുയിലേക്ക് കൺവേർജ് ചെയ്യും. Then അങ്ങനെയാണെങ്കിൽ സീക്വൻസ് എ എൻ കൺവേർജസ് ആൻഡ് ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻസ് ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ. അതായത് ഈ എഫ് എന്നിൻ്റെ ലിമിറ്റായ എഫ് തന്നിട്ടുണ്ട്, ആ എഫിൻ്റെ ലിമിറ്റ് ഈ നമുക്ക് തന്ന എ എന്നിൻ്റെ ലിമിറ്റ് ആയിരിക്കും. ആൻഡ് ഇൻ അതർ വേർഡ്സ്, അത് വേറെ രീതിയിൽ ഇത് കുറച്ച് കൺഫ്യൂഷൻ ആയിട്ടാണ് പറഞ്ഞത്. എഫ് എൻ എഫിലേക്ക് യൂണിഫോംലി കൺവേർജ് ചെയ്യും, എഫ് എൻ ഓഫ് ടിയുടെ ലിമിറ്റ് ആണ് എ എൻ. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ടിയുടെ ലിമിറ്റ് എ എന്നിൻ്റെ ലിമിറ്റ് ആയിരിക്കും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയണത് ഇൻ ദ കൺക്ലൂഷൻ ദാറ്റ് ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് എൻ ഓഫ് ടി ഇസ് ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് എൻ ഓഫ് ടി. അതായത് എന്നിൻ്റെ ലിമിറ്റും ടിയുടെ ലിമിറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റർചേഞ്ച് ചെയ്യാം. അതാണ് പറഞ്ഞത്. നമ്മൾ ഇതിന് മുന്നേ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ പറഞ്ഞു, സാധാരണ എല്ലാ ഫംഗ്ഷനും നമുക്ക് ഈ ലിമിറ്റാണ് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ലിമിറ്റ് എം ടെൻസ് ടു ഇൻഫിനിറ്റി ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എം ബൈ എം പ്ലസ് എൻ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു ഒന്ന് ലിമിറ്റ് വണ്ണും വന്നു, ഒന്ന് സീറോയും വന്നു. ഓക്കെ, അപ്പോൾ രണ്ട് ഈക്വൽ അല്ല. അപ്പോൾ ലിമിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സാധാരണ കേസിൽ ലിമിറ്റ് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ബട്ട് നമുക്ക് തന്ന കണ്ടീഷൻ എഫ് എൻ കൺവേർജസ് ടു എഫ് യൂണിഫോംലി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിമിറ്റ് ഇൻ്റർചേഞ്ച് ചെയ്യാം. ടിയുടെ ലിമിറ്റും എന്നിൻ്റെ ലിമിറ്റും ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റും. ദിസ് ആൻ വെരി ഇമ്പോർട്ടൻറ്റ് തിയറം. ഏത് കൺസെപ്റ്റാണ്, എഫ് എൻ കൺവേർജസ് ടു എഫ് യൂണിഫോംലി ആണെങ്കിൽ ലിമിറ്റ് എൻ ടെൻസ് ടി ടെൻസ് ടു എക്സ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് എൻ ഇസ് ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് എൻ ഓഫ് ടി. അതായത് ലിമിറ്റ് നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റും. എങ്ങനെയാണത് പ്രൂവ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് തന്ന കാര്യം എഫ് എൻ കൺവേർജസ് ടു എഫ് എന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ബി ഗിവൺ. എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളത് പോസിറ്റീവ് നമ്പർ ആണ് എടുത്തു. സിൻസ് എഫ് എൻ കൺവേർജസ് ടു എഫ് യൂണിഫോംലി ആയതുകൊണ്ട് എഫ് എൻ കൺവേർജസ് ടു എഫ് യൂണിഫോംലി ആണ്, ദെൻ ദർ എക്സിസ്റ്റ് എൻ. എഫ് എൻ കൺവേർജസ് ടു എഫ് യൂണിഫോംലി എന്ന് വെച്ചാൽ ഡെഫിനിഷൻ പ്രകാരം എന്താ പറയാൻ പറ്റും, ദർ എക്സിസ്റ്റ് എൻ ഇൻറ്റിജർ എൻ such that for all n comma m greater than or equal to capital N, t belongs to E, fn of t minus fm of t less than or equal to epsilon. അതായത് നമുക്കറിയാം എഫ് എൻ കൺവേർജസ് ടു എഫ് യൂണിഫോംലി ആണെങ്കിൽ കോഷി ക്രൈറ്റീരിയൻ ഫോർ യൂണിഫോം കണ്ടിന്യൂറ്റി പറയാൻ പറ്റും. യൂണിഫോം കൺവേർജൻസിന്റെ കോഷി ക്രൈറ്റീരിയൻ അത് പ്രകാരം നമുക്കൊരു n കിട്ടും. ആ എന്നേക്കാൾ വലിയ ഏത് n m കൊടുത്താലും എഫ് എൻ ഓഫ് ടി മൈനസ് എഫ് എം ഓഫ് ടി ലെസ് ദാൻ ഈക്വൽ ടു എപ്സിലോൺ ആയിരിക്കും. ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഇക്വേഷൻ 1 ലിമിറ്റ് കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് ടി ടെൻസ് ടു എക്സ്. ഇതിലെന്ത് ചെയ്തു, ഈ ടി എന്ന വേരിയബിൾ അങ്ങോട്ട് കൺവേർജ് ചെയ്യാണ്, എക്സിലേക്ക് കൺവേർജ് ചെയ്യാന്ന് എടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, ലെറ്റിംഗ് ടി ടെൻസ് ടു എക്സ് ദെൻ ദ ഇക്വേഷൻ 1 ബിക്കംസ്, ഇക്വേഷൻ 1 ഇവിടെ എന്താ, എഫ് എൻ ഓഫ് ടി. എഫ് എൻ ഓഫ് ടിയുടെ ലിമിറ്റ് ആരാ, നമ്മൾ പഠിച്ചിട്ടുണ്ട് എഫ് എൻ ഓഫ് ടിയുടെ ലിമിറ്റ് ആണ് എ എൻ. അപ്പോൾ ഇത് മാറിയിട്ട് എന്താവും, ഇത് എ എൻ എന്നാവും. അതേപോലെ ഇത് മാറിയിട്ട് എന്താവും, ദിസ് ഇസ് എ എം. എഫ് എം എങ്ങോട്ട് കൺവേർജ് ചെയ്യും, എ എമ്മിലേക്ക് കൺവേർജ് ചെയ്യും. സോ ദിസ് ബിക്കംസ് മോഡ് എ എൻ മൈനസ് എ എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ഫോർ ഓൾ എൻ കോമ എം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ക്യാപിറ്റൽ. അത് നമ്മൾ എപ്സിലോൺ എന്നുള്ള പോസിറ്റീവ് നമ്പർ എടുത്തു. അപ്പോൾ എൻ എന്നൊരു ഇൻറ്റിജർ ഉണ്ട്, ആ ഇൻറ്റിജറിനേക്കാൾ വലിയ ഏത് എൻ എം എടുത്താലും മോഡ് എ എൻ മൈനസ് എ എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കറിയാം, ഇത് കോഷി സീക്വൻസിന്റെ ഡെഫിനിഷൻ, കോഷി ക്രൈറ്റീരിയൻ ആണ്.
കോഷി ക്രൈറ്റീരിയൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ സീക്വൻസും കോഷി സീക്വൻസ് ആണ്. അതായത് സീക്വൻസ് എ എന്നുള്ളത് കോഷി സീക്വൻസ് ആണ്. നമുക്കറിയാം എവറി കോഷി സീക്വൻസ് ഈസ് കൺവേർജന്റ്, therefore an converges to a. ഒന്നുകൂടി പറയാം, ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ആദ്യം എപ്സിലോൺ എടുത്തു, എഫ് എൻ കൺവേർജസ് ടു എഫ് യൂണിഫോംലി ആണ്. അപ്പോൾ നമ്മൾ കോഷി ക്രൈറ്റീരിയ പ്രകാരം ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists an integer n, so that for all n comma m greater than capital N, then mod fn of t minus fm of t less than or equal to epsilon. അതിന് ഇക്വേഷൻ നമ്പർ 1 എടുത്തു. നമ്മൾ ഇതിന് മുന്നേ പഠിച്ച തിയറാണ്, അത് അപ്ലൈ ചെയ്തു. ഇനി എന്ത് ചെയ്യുക, ഇതിൽ ടി ടെൻസ് ടു എക്സ് കൊടുക്കുക, ലിമിറ്റ് ടി ടെൻസ് ടു എക്സ്. അപ്പോൾ ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് പറഞ്ഞാൽ എഫ് എൻ ഓഫ് ടി എങ്ങോട്ട് കൺവേർജ് ചെയ്യും, എഫ് എൻ ഓഫ് ടി കൺവേർജസ് ടു എ എൻ. അപ്പോൾ എഫ് എം ഓഫ് ടി എങ്ങോട്ട് പോവും, എ എം. അപ്പോൾ ഇത് എ എന്നും ആയി, ഇത് എന്തായി, എ എം ആയി. അതാണ് ഇവിടെ പറഞ്ഞത്. therefore equation 1 becomes mod an minus am less than equal to epsilon for all n comma m greater than capital N. അപ്പോൾ ഇത്രയും കൺസെപ്റ്റ് ഇത് ഇതിൻ്റെയാണ്, കോഷി സീക്വൻസിൻ്റെയാണ്, കോഷി ക്രൈറ്റീരിയൻ്റെ ആണ്. അതുകൊണ്ട് എ എൻ എന്നുള്ള സീക്വൻസ് കോഷി സീക്വൻസ് ആണ്. എവറി കോഷി സീക്വൻസ് ഇസ് കൺവേർജന്റ്, അതായത് എ എൻ എന്നത് കൺവേർജന്റ് ആണ്. കൺവേർജന്റ് ആണ് പറഞ്ഞാൽ ലിമിറ്റ് ഉണ്ടാവും, ആ ലിമിറ്റ് നമ്മൾ എന്ത് പേര് കൊടുത്തു, ലെറ്റ് ഇറ്റ് ബി എ. എ എൻ എന്നുള്ള സീക്വൻസ് കൺവേർജന്റ് ആണ്, അതിൻ്റെ ലിമിറ്റ് നമ്മൾ എന്ത് പേര് കൊടുത്തു, എ എൻ എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോണത് ലിമിറ്റ് ടി ടെൻസ് ദെൻ മോഡ് എഫ് ഓഫ് ടി മൈനസ് എ എടുത്തു, മോഡ് എഫ് ഓഫ് ടി മൈനസ് എ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഈ എഫ് ഓഫ് ടി മൈനസ് എക്കകത്ത് രണ്ട് ടേംസ് ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. അതായത് എന്തു, മൈനസ് എഫ് എൻ ഓഫ് ടി പ്ലസ് എഫ് എൻ ഓഫ് ടി മൈനസ് എ എൻ പ്ലസ് എ എൻ. ഓക്കെ, ആ രണ്ട് ടേംസ് എഫ് എൻ ഓഫ് ടി ആഡ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു, എ എൻ ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇത്രയും നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് ട്രയാങ്കിൾ ഇൻഈക്വാലിറ്റി കൊടുക്കണം. അപ്പോൾ 3 ആക്കി ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഈക്വൽ ടു മാറിയിട്ട് എന്താവും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആവും. മോഡ് എഫ് ഓഫ് ടി മൈനസ് എഫ് എൻ ഓഫ് ടി പ്ലസ് മോഡ് എഫ് എൻ ഓഫ് ടി മൈനസ് എ എൻ പ്ലസ് മോഡ് എ എൻ മൈനസ് എ. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്തു, എഫ് എൻ ഓഫ് ടിയും എ എനും ആഡ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു, അതിൽ ട്രയാങ്കിൾ ഇൻഈക്വാലിറ്റി കൊടുത്തു, സ്പ്ലിറ്റ് ചെയ്തു. സോ നമ്മൾ എന്ത് ചെയ്യാണ്, we choose n such that f of t minus fn of t is less than or equal to epsilon by 3. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു n ചൂസ് ചെയ്യാൻ പറ്റുക, നമുക്കറിയാം എഫ് എൻ കൺവേർജസ് ടു എഫ് ആണ് അല്ലേ. അപ്പോൾ എഫ് എൻ കൺവേർജസ് ടു എഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ എഫ് വൺ എഫ് ടു എഫ് ത്രീ ഇത് കൺവേർജസ് ടു എഫ് ആണ്. കാരണം ഇതിനകത്ത് ഏതോ ഒരു സ്റ്റേജ് ഉണ്ട്, അത് മുതലുള്ള ടേംസ് എല്ലാം എഫ് എന്നും ഈ എഫും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും, ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും അല്ലേ. നമ്മൾ ഏതൊരു പോസിറ്റീവ് ഇൻറ്റീജർ എടുത്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഫ് എൻ ഓഫ് ടി മൈനസ് എഫ് എം ഓഫ് ടി ലെസ് ദാൻ എപ്സിലോൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്റ്റേജ് കണ്ടുപിടിക്കാൻ പറ്റും. എഫ് എൻ കൺവേർജസ് ടു എഫ് ആയതുകൊണ്ട് മോഡ് എഫ് എൻ ഓഫ് ടി മൈനസ് എഫ് ഓഫ് ടി ലെസ് ദാൻ എപ്സിലോൺ ആയ ഒരു സ്റ്റേജ് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഒരു സ്റ്റേജ് ആണ് എൻ. ചിലപ്പോൾ ഇത് 100ാമത്തെ ടേം മുതൽ എഫ് ഓഫ് ടി തമ്മിൽ വ്യത്യാസമായിരിക്കും ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 ഉണ്ടാവുക. ചിലപ്പോൾ 1000 ടേംസ് എഫ് 1000 ഓഫ് ടി മൈനസ് എഫ് ഓഫ് ടി ആയിരിക്കും ലെസ് ദാൻ എപ്സിലോൺ 3 ആവുക. എന്തായാലും ഏതെങ്കിലും ഒരു ഇൻറ്റീജർ എന്തുണ്ടായിരിക്കും, അവിടുന്ന് മുതലുള്ള എല്ലാ ടേംസും തമ്മിലുള്ള വ്യത്യാസം ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 ആവും. അങ്ങനെ ഒരു എൻ നമ്മൾ ചൂസ് ചെയ്യാം, കാരണം എഫ് എന്നിൻ്റെ ലിമിറ്റ് ആണ് എഫ്. അപ്പോൾ എഫ് എന്നിൻ്റെ ലിമിറ്റ് എഫ് എന്ന് പറഞ്ഞാൽ എഫ് വൺ ഓഫ് ടു എഫ് ടു ഓഫ് ടി എഫ് ത്രീ ഓഫ് ത്രീ ഒക്കെ പോയിട്ട് എങ്ങോട്ട് പോകും, എഫ് ഓഫ് ടിയിലേക്ക് കൺവേർജ് ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ 1, 1/2, 1/3, 1/4, 1/5 അത് എക്സെട്ര കൺവേർജസ് ടു 0 പറഞ്ഞാൽ നമുക്ക് എത്ര ചെറിയൊരു എപ്സിലോൺ എടുത്താലും അവിടെ ഏതുണ്ടാവും, ഏതോ ഒരു 1/n ഉണ്ടാവും അല്ലേ. 1/n സീക്വൻസ് എടുക്കുകയാണെന്ന് വെച്ചാൽ ഏതോ ഒരു 1/n ഉണ്ടാവും, അതും 0 തമ്മിൽ വ്യത്യാസം ലെസ് ദാൻ എപ്സിലോൺ ആയിട്ട്. നമുക്ക് എത്ര ചെറിയ എപ്സിലോൺ എടുക്കാം, എപ്സിലോൺ നമ്മൾ 0.1 എടുത്താൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇവിടെ n = 10 എടുത്താൽ മതി. ഓക്കെ, നമ്മൾ എപ്സിലോൺ എടുക്കുന്നത് എപ്സിലോൺ 0.01 ആണെങ്കിൽ ഇവിടെ എന്തുണ്ടാവും, ഇവിടെ n 100 ആവും. ദാറ്റ്സ് ഓൾ. അപ്പോൾ നമുക്ക് ഏത് എപ്സിലോണിന് കറസ്പോണ്ടിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു n ചൂസ് ചെയ്യാം. അതേ കൺസെപ്റ്റ് ഇവിടെയും കൊടുത്തു, എഫ് വൺ ഓഫ് ടി എഫ് ടു ഓഫ് ടി അത് കൺവേർജസ് ടു എഫ് ഓഫ് ടി ആയതുകൊണ്ട് നമ്മൾ ഏതൊരു എപ്സിലോൺ ബൈ 3 എടുത്താലും നമ്മളിവിടെ എപ്സിലോണിന് വരെ എപ്സിലോൺ ബൈ 3 ആണ് എടുക്കുന്നത്, ആ എപ്സിലോൺ ബൈ 3 കറസ്പോണ്ടിങ് ആയിട്ട് ഒരു n ചൂസ് ചെയ്യാൻ പറ്റും. മോഡ് എഫ് എൻ ഓഫ് ടി മൈനസ് എഫ് ഓഫ് ടി ലെസ് ദാൻ ഈക്വൽ ടു എപ്സിലോൺ ബൈ 3. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമുക്കറിയാം എഫ് എൻ കൺവേർജസ് ടു എഫ് യൂണിഫോംലി ആണ്. എഫ് എൻ കൺവേർജസ് ടു എഫ് യൂണിഫോംലി ആണ്. ദെൻ ഫോർ എവറി ടി ബിലോങ്സ് ടു ഇ എടുത്തു, ഈക്കകത്ത് ഏത് ടി എടുത്താലും ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് എൻ ഓഫ് ടി മൈനസ് എഫ് ഓഫ് ടി ലെസ് ദാൻ ഈക്വൽ ടു എപ്സിലോൺ ബൈ 3 ആയിരിക്കും.
കാരണം കൺവേർജൻ്റ് ആണ്. എഫ് എൻ കൺവേർജസ് ടു എഫ് എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 ആണ്. ദർഫോർ മോഡ് എ എൻ മൈനസ് എ ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 ഇക്വേഷൻ നമ്പർ 4 എന്ന് എടുത്തു. എഫ് എൻ ഓഫ് ടി മൈനസ് എഫ് ഓഫ് ടി ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിന് ലിമിറ്റ് കൊടുത്താൽ അതും ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 ആയിരിക്കും. കാരണം റൈറ്റ് സൈഡിൽ എന്തില്ല, ടി ഇല്ല. റൈറ്റ് സൈഡ് എപ്സിലോൺ ബൈ 3 ആണ്, ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടി ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ലിമിറ്റും രണ്ട് സൈഡിൽ നമ്മൾ ലിമിറ്റ് കൊടുക്കുകയാണ്. രണ്ട് സൈഡിൽ നമുക്ക് ഇക്വേഷൻ 1 എടുക്കാം അല്ലേ. ഇതിന് ഇക്വേഷൻ 1 രണ്ട് സൈഡിൽ ലിമിറ്റ് കൊടുക്കുകയാണെന്ന് വെച്ചാൽ എന്താ ഉണ്ടാവുക, ഇക്വേഷൻ 3യുടെ ലെഫ്റ്റ് സൈഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും, റൈറ്റ് സൈഡിൽ ലിമിറ്റ് എപ്സിലോൺ ബൈ 3 തന്നെയാണ്. അപ്പോൾ അതങ്ങനെ കിട്ടി. ദർഫോർ മോഡ് എഫ് എൻ ഓഫ് ടി മൈനസ് എഫ് ഓഫ് ടി എന്നുള്ളത് എന്തായി മാറും, എഫ് എന്നിൻ്റെ ലിമിറ്റ് എ എൻ, എഫ് ഓഫ് ടിയുടെ ലിമിറ്റ് എ. അപ്പോൾ മോഡ് എ എൻ മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ബൈ 3 ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുത്തു. ഇനി സിൻസ് ഫോർ ദിസ് എൻ നമ്മൾ ആ ചൂസ് ചെയ്ത എൻ തന്നെ എടുക്കുകയാണ്. we choose a neighborhood v of x. ഇപ്പോൾ നമുക്കറിയാം നമ്മളെ സെറ്റ് ഉണ്ട്, ആ സെറ്റിനകത്ത് ഇക്കകത്ത് ഒരു എലമെൻ്റ് ആണ് എക്സ്, ഇതിനകത്തൊക്കെ ഉള്ള ടീകളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എക്സിൻ്റെ ഒരു നൈബർഹുഡ് എടുത്തു, ആ നൈബർഹുഡ് നമ്മൾ വി എന്ന് പേര് കൊടുത്തു. ഓക്കെ, എക്സിൻ്റെ ഒരു നൈബർഹുഡ് എടുത്തു, ആ നൈബർഹുഡിൻ്റെ പേര് വി. എന്താ നൈബർഹുഡിൻ്റെ പ്രത്യേകത വെച്ചാൽ എഫ് എൻ ഓഫ് ടി മൈനസ് എ എൻ ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 ആയിട്ട്. ഇതിനകത്ത് ഏത് ടി എടുത്താലും എഫ് എൻ ഓഫ് ടി മൈനസ് എ എൻ എന്തായിരിക്കണം, ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 ആയിരിക്കണം. അങ്ങനെയുള്ള തരത്തിൽ എന്ത് ചെയ്തു, നമ്മൾ ഒരു നൈബർഹുഡ് എടുക്കുകയാണ്. ഓക്കെ, അത് നമുക്കിവിടെ തന്ന കാര്യം എന്താണ്, എ എൻ മൈനസ് എ ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, എഫ് എൻ എടുക്കുകയാണ്, ലിമിറ്റ് ഓഫ് ദാറ്റ് എഫ് എൻ ഓഫ് ടി മൈനസ് എ എൻ, എഫ് എൻ ഓഫ് ടി മൈനസ് എ എൻ ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 ആവണ തരത്തിൽ എന്ത് ചെയ്തു, നമ്മൾ ഒരു നൈബർഹുഡ് എടുത്തു. അതായത് ഈക്കകത്ത് എല്ലാ എക്സും എടുക്കുന്നില്ല, ഈ എക്സിന് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു നൈബർഹുഡ് എടുത്തു. ആ നൈബർഹുഡിനകത്ത് എഫ് എൻ ഓഫ് ടി മൈനസ് എ എൻ എന്തായിരിക്കണം, ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 ആണോ. അതിനൊരു കണ്ടീഷൻ ഉണ്ട്, വേർ ടി ബിലോങ്സ് ടു വി ഇന്റർസെക്ഷൻ ഇ. അതായത് നൈബർഹുഡിനകത്തെ ആൾക്കാരാണ് ഈക്കകത്തെ ആൾക്കാരാവണം. പോരാത്ത ടി ഒരിക്കലും എന്താവാൻ പാടില്ല, എക്സ് ആവാൻ പാടില്ല. അപ്പോൾ നമുക്ക് 3 ഇക്വേഷൻ കിട്ടി. ഒന്ന് എഫ് എൻ ഓഫ് ടി മൈനസ് എഫ് എ എൻ ലെസ് ദാൻ എപ്സിലോൺ ബൈ 3, അടുത്തത് എ എൻ മൈനസ് എ ലെസ് ദാൻ എപ്സിലോൺ ബൈ 3, അടുത്തത് അതിൻ്റെ മുന്നേ കിട്ടിയത് എഫ് എൻ മൈനസ് എഫ് മൈനസ് എഫ് എൻ ലെസ് ദാൻ എപ്സിലോൺ ബൈ 3. അതായത് ഇത് 3 കിട്ടിയത്, ഒന്ന് ഇത് അല്ല, ഈ 3 അത് കിട്ടിയത്. അത് 3 എവിടെ കൊടുക്കുക, ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ 3 ഇക്വേഷൻസ് ഇപ്പോൾ കിട്ടിയ 3 ഇക്വേഷൻസ് ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വി ഗെറ്റ് മോഡ് എഫ് ഓഫ് ടി മൈനസ് എ ലെസ് ദാൻ ആദ്യത്തെ എപ്സിലോൺ ബൈ 3 പ്ലസ് എപ്സിലോൺ ബൈ 3 പ്ലസ് എപ്സിലോൺ ബൈ 3 എന്ന് കിട്ടും. അത് കണ്ടീഷൻ ഉണ്ട്, എന്തൊക്കെയാണ്, ടി ബിലോങ്സ് ടു വി ഇന്റർസെക്ഷൻ ഇ ആവണം, ടി നോട്ട് ഈക്വൽ ടു എക്സ് ആയിരിക്കണം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, എപ്സിലോൺ ബൈ 3 പ്ലസ് എപ്സിലോൺ ബൈ 3 എന്ന് പറഞ്ഞാൽ 3 എപ്സിലോൺ ബൈ 3 ദാറ്റ് ഇസ് എപ്സിലോൺ എന്നാണ്. അപ്പോൾ നമുക്ക് കിട്ടുക ദാറ്റ് ഈസ് മോഡ് എഫ് ഓഫ് ടി മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ for t belongs to v intersection e and t not equal to x. അതായത് ഇപ്പോൾ നമുക്ക് എന്താ കിട്ടിയതാണ് എഫ് ഓഫ് ടി മൈനസ് എയുടെ വില ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 ആയിരിക്കും ഫോർ എവറി എപ്സിലോൺ. അപ്പോൾ ഏത് എപ്സിലോൺ എടുത്താലും എഫ് ഓഫ് ടി മൈനസ് എ ലെസ് ദാൻ എപ്സിലോൺ ആണെങ്കിൽ അതിനർത്ഥം എഫ് ഓഫ് ടിയുടെ ലിമിറ്റ് ആണ് ആര്, എ. ദാറ്റ് ഈസ് ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് ഓഫ് ടി ഈക്വൽ ടു എ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എഫ് ഓഫ് ടിക്ക് വരെ എന്ത് കൊടുക്കാം, എഫ് ഓഫ് ടി പറഞ്ഞാൽ എന്താണ്, സോറി എ എൻ എന്ന് പറഞ്ഞാൽ ആരാ, വാട്ട് ഇസ് എ ഇസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞിട്ട് എ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ ആണ് പറഞ്ഞത്. കാരണം എ എൻ ഒരു കോഷി സീക്വൻസ് ആണ്, അതിന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും, ആ ലിമിറ്റിനാണ് നമ്മൾ എ എന്ന് പേര് കൊടുത്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ലിമിറ്റ് എൻ ടി ടെൻസ് ടു എക്സ് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്ക് പകരം ലിമിറ്റ് ടി എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എ എന്ന് എഴുതി. ദർഫോർ വി ഗെറ്റ് ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദാറ്റ്സ് ഓൾ. വി ഗെറ്റ് കൊടുക്കുമ്പോൾ എന്താ കിട്ടുക, ഇത് മതി, ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് ഓഫ് ടി. അത് എഴുതുമ്പോൾ എന്താ ഉണ്ടാവുക, ദാറ്റ് ഈസ് ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് ഓഫ് ടി എന്നുള്ളത് എന്താണ്, ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് എൻ അല്ലെ. എഫ് ഓഫ് ടി പറഞ്ഞ ആരാണ്, ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് എൻ ഓഫ് ടി ആണ് അല്ലേ. അപ്പോൾ ഇതിന് നമ്മൾ ഇതാണ് എഫ് ഓഫ് ടി. എഫ് ഓഫ് ടിക്ക് വരെ നമ്മൾ എന്ത് കൊടുത്തു,
ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് കൊടുത്തു. a n എന്ന് പറഞ്ഞാൽ എന്താണ്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി a n ആണ്. ഓക്കെ, a n നമുക്ക് തന്നിട്ടുണ്ട്. a n എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? a n is equal to a n എന്ന് പറഞ്ഞാൽ ലിമിറ്റ് t ടെൻസ് ടു x fn of t ആണ്. അപ്പോൾ which is equal to റൈറ്റ് സൈഡിലുള്ള ടേംസ് ഒന്ന് മാറ്റാം. which is equal to ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി അവിടെ ഉണ്ട്. a n ന് പകരം എന്ത് കൊടുക്കുക? ലിമിറ്റ് t ടെൻസ് ടു x fn of t. So we get limit t tends to x, limit n tends to infinity is equal to limit n tends to infinity, limit t tends to x. ഈ ലിമിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. That's all. Thank you.